हाय मेरे प्यारे दोस्तों, सबको आदाब। 8ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിന്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മക്കളെ, ഈ ഒരു ആനുവൽ എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഹൈദരാബാദ് കി സൈർ എന്നുള്ള ചാപ്റ്ററിനകത്ത് നിന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഫർനാമ തയ്യാർ കീജിയെ. സഫർനാമ എന്താ? സഫർനാമ എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണം തയ്യാറാക്കാനുള്ള ഒരു 4 മാർക്കിന്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ദേഖിയെ, ചോദ്യം ഇങ്ങനെയാണ് വരിക. ആപ്നെ ബി, നിങ്ങളും ബഹുത്ത് തഫ്രീ മക്കാമാത്ത് കി സൈർ കി ഹോഗി. നിങ്ങളും ഒരുപാട് എന്താണ് ബഹുത്ത് ധാരാളം തെഫ്രീഹി മക്കാമാത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സൈർ കി ഹോഗി നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാകുമല്ലോ. അപ്നെ സഫർ കെ തജ്രിബാത്ത് ബയാൻ കർത്തേ ഹുയെ, നിങ്ങളുടെ യാത്രയുടെ അനുഭവങ്ങൾ ബയാൻ കർത്തേ ഹുയെ വിവരിച്ചുകൊണ്ട് ഏക സഫർനാമ തയ്യാർ കീജിയെ, ഒരു യാത്രാ വിവരണം തയ്യാറാക്കിയാലും നിർബന്ധമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചു പോവുക. ഓക്കെ അല്ലേടാ? സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. 1 ജനുവരിക്കോ, ഓക്കെ, 1 ജനുവരി എന്ന് പറഞ്ഞാൽ ജനുവരി 1 സുബഹ് 5:30 ബജെ, അതിരാവിലെ 5:30 ബജെ, 5:30 മണിക്ക്. സാഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? 5:30 ബജെ, 5:30 മണിക്ക് ഞാൻ അപ്നെ ഗർവാലോം കെ സാത്ത്, അപ്നെ എൻ്റെ ഗർവാലോം കെ സാത്ത് വീട്ടുകാരോട് കൂടെ ഡൽഹി ഗയ, ഡൽഹിയിലോട്ട് പോയി. ഓക്കെ അല്ലേടാ? റെയിൽ ഗാഡിമേ, ട്രെയിനിൽ ബാഹർ കെ മനാസിർ, പുറത്തുള്ള കാഴ്ചകൾ, മനാസിർ എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങൾ, കാഴ്ചകളൊക്കെ ദേഖ് കർ, കണ്ടിട്ട് മേ ബഹുത്ത് ഖുശ് ഹുവ, ഞാൻ വളരെയധികം സന്തോഷിച്ചു. മേ ബഹുത്ത് ഖുശ് ഹുവ. ഓക്കെ, സബ്സെ പഹലെ, ഏറ്റവും ആദ്യം ഞങ്ങൾ ഡൽഹിയിലെത്തിയിട്ട് ഏറ്റവും ആദ്യം ലാൽ കില ഗയ, ലാൽ കിലയിലോട്ട് ഞങ്ങൾ പോയി. ജോ ബഹുത്ത് ഹൂബ്സൂരത് ദാ, അത് വളരെ ഭംഗിയുള്ളതായിരുന്നു. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു? ജാമിയ മസ്ജിദ്, ജാമിയ മസ്ജിദിലോട്ടും കുത്തുബ് മിനാർ, ജയ്സി ബഡി താരീഖ് ഇമാരത്ത് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ചരിത്ര സ്മാരകങ്ങൾ ഞങ്ങൾ കണ്ടു. ഷാമുക്കോ, വൈകുന്നേരം ഹം മഷൂർ ബാസാർ, ഞങ്ങൾ പ്രശസ്തമായിട്ടുള്ള ബാസാർ ആയിട്ടുള്ള ചാന്ദിനി ചോക്കിലോട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പോയി. ഓക്കെ, വൈകുന്നേരം മഷൂർ ബാസാർ, പ്രശസ്തമായിട്ടുള്ള പട്ടണം, എന്താണ്, ടൗൺ ആയിട്ടുള്ള ചാന്ദിനി ചോക്കിലോട്ട് ഞങ്ങൾ പോയി. देखिए और बाजार से ആ മാർക്കറ്റിൽ നിന്നും തൊഹ്ഫെ, സമ്മാനവും അവർ മിഠായികളൊക്കെ എന്ത് ചെയ്തു? ഹരീദേ, ഞങ്ങൾ വാങ്ങി. ഡൽഹി കാ മൗസം, ഡൽഹിയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ബഹുത്ത് അച്ഛാത, വളരെ മനോഹരമായിരുന്നു. അഗലേ ദിൻ, അടുത്ത ദിവസം ഹം വാപ്പസ് ഘർ ആയി, ഞങ്ങൾ എന്ത് ചെയ്തു? വീട്ടിലേക്ക് വാപ്പസ് ഘർ ആയി, വീട്ടിലേക്ക് മടങ്ങി വന്നു. സഫർ, ഈ ഒരു യാത്ര മേരെ ലിയെ, എന്നെ സംബന്ധിച്ചിടത്തോളം ന്യായ, ഒരു പുതിയതും അവർ യാദ്ഗാർ തജുരുബാത്ത, ഒരു മറക്കാനാവാത്ത, എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തജുരുബാത്ത അനുഭവമായിരുന്നു. ഓക്കെ, വളരെ സിമ്പിളാക്കി നമുക്ക് എഴുതി കൂടെ. देखिए एक बार भी देखिए, 1 ജനുവരി 1 സുബഹ് 5:30 ബജെ, അത് രാവിലെ 5:30 ബജെ, കൃത്യം 5:30 മണിക്ക് ഞങ്ങൾ എന്തോ മേ അപ്നെ ഗർവാലോം കെ സാത്ത്, ഞാൻ എൻ്റെ വീട്ടുകാരോട് കൂടെ ഡൽഹി ഗയ, ഡൽഹിയിലോട്ട് പോയി. റെയിൽ ഗാഡിമേ, എന്താണ്, ട്രെയിനിൽ ബാഹർ കെ മനാസിർ ദേഖ് കർ, പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് മേം ബഹുത്ത് ഖുശ് ഹുവ, ഞാൻ വളരെയധികം സന്തോഷിച്ചു. സബ്സെ പഹലെ, ഏറ്റവും ആദ്യം മേ ലാൽ കില ഗയ, ഞങ്ങൾ റെഡ് ഫോർട്ടിലോട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? പോയത്. അപ്പം ഞാൻ എൻ്റെ അനുഭവമാണ് എഴുതുന്നത്, അതുകൊണ്ട് ഞാൻ മേ എന്ന് കൂട്ടിച്ചേർത്ത് എഴുതുന്നു കേട്ടോ. മേ ലാൽ കില ഗയ, ഞാൻ ലാൽ കിലയിലോട്ട് പോയി. ജോ ബഹുത്ത് ഹൂബ്സൂരത്ത, അത് വളരെ ഭംഗിയുള്ളതായിരുന്നു. പിന്നീട് ഞങ്ങൾ ജാമിയ മസ്ജിദിലോട്ടും കുത്തുബ് മിനാറൊക്കെ, ജയ്സി ബഡി താരിഖ് ഇമാരത്ത് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ താരിഖ് ഇമാരത്തുകൾ, ചരിത്ര സ്മാരകങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ ഷാമുക്ക് വൈകുന്നേരം ഹം മഷൂർ ബാസാർ, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ബാസാറാണ് ചാന്ദിനി ചോക്ക് എന്ന മാർക്കറ്റിലോട്ട് ഞങ്ങൾ പോയി. ആ ഒരു ബാസാർ സെ, ആ മാർക്കറ്റിൽ നിന്നും തൊഹ്ഫെ, സമ്മാനവും അതുപോലെ മിഠായിയാം ഹരീതി, ഞങ്ങൾ എന്ത് ചെയ്തു? മിഠായികളൊക്കെ മേടിച്ചു. ഡൽഹി കാ മൗസം ബഹുത്ത് അച്ഛാത, ഡൽഹിയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ബഹുത്ത് അച്ഛാത, വളരെ നല്ലതായിരുന്നു. അഗലേ ദിൻ, അങ്ങനെ അടുത്ത ദിവസം ഹം വാപ്പസ് ഘർ ആയെ, ഞങ്ങൾ എന്ത് ചെയ്തു? വീട്ടിലേക്ക് മടങ്ങിയെത്തി. സഫർ, ഈ ഒരു യാത്ര മേരെ ലിയെ, എന്നെ സംബന്ധിച്ചിടത്തോളം ന്യായ, ഒരു പുതിയതും അവർ യാദ്ഗാർ തജുർബാത്ത, ഒരു മറക്കാനാവാത്ത ഓർമ്മയുമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേടാ? സെറ്റല്ലേ? നോക്കൂ, 4 മാർക്കിന്റെ ചോദ്യമാണ്, നിർബന്ധമായിട്ട് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.